രാഷ്ട്രീയ പ്രതിയോഗികൾ പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുന്ന BJP അതൊരു ആയുധമാക്കും എന്ന് ഭയന്നതുകൊണ്ടല്ലേ പെട്ടെന്ന് തന്നെ കോൺഗ്രസ് തള്ളിക്കളഞ്ഞത് ഇദ്ദേഹത്തിന്റെ പരാമർശത്തെ. മാത്രമല്ല ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ആ സ്ഥാനം ഓവർസീസ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നിങ്ങൾ രാജിവെക്കണം എന്ന് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അതെല്ലാം നിങ്ങൾ പറഞ്ഞു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യില്ലേ? നിങ്ങൾ പിത്രോടെ പൊക്കിപ്പിടിച്ചതന്നെയല്ലേ നടക്കുക? കാരണം പിത്രോട നേരത്തെ രാജീവ് ഗാന്ധിയുടെ ഉപദേശകനായിരുന്നു, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ തന്നെ ഒരു മുൻ നേതാവ് അദ്ദേഹമാണ് പറഞ്ഞത്, അതായത് രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. രാഹുൽ ഗാന്ധി അടുത്ത അനുയായികളുടെ യോഗത്തിൽ പറഞ്ഞെന്താ, അതായത് ഞങ്ങൾ അധികാരത്തിലെത്തുകയാണെങ്കിൽ രാമജന്മഭൂമി പ്രശ്നത്തിൽ സുപ്രീം കോടതി വിധി അട്ടിമറിക്കുമെന്ന്. അന്ന് ഉപദേശം നൽകിയത് ഇതേ പിത്രോടെ തന്നെയാണ്. അപ്പൊ പിത്രോടേനെ ആണ് അയാളെ കുഴിച്ചെന്ന് ചാടിക്കുന്നത്. കഴിഞ്ഞു, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നെ വിളിച്ചിരുത്തിയിട്ട് എനിക്ക് പറയാൻ സമയം തരാമെന്നല്ല. പറയൂ കഴിഞ്ഞു. യെസ്, ഓക്കെ. ഇത് തെരഞ്ഞെടുപ്പ് കാലമല്ല എങ്കിൽ ഒരു ചർച്ചയ്ക്ക് തന്നെ സാധ്യതയില്ലാത്ത ഒരു പ്ലെയിൻ സെന്റൻസ് ആണിത്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അതല്ലേ ഞാൻ നിങ്ങൾക്ക് ഇത് മുഴുവൻ വായിച്ച് കേൾപ്പിച്ചത്. ഇവിടെ എവിടെയും ആരെയും അധിക്ഷേപിച്ച് സംസാരിക്കുന്നില്ല. ഇത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും വിശാലമായി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവരെ ഉപമിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു സാധാരണക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. ഇദ്ദേഹം കോൺഗ്രസിലെ ബുദ്ധിജീവി എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഇങ്ങനെ വിശാലമായിട്ട് ഇദ്ദേഹം ഇവരെല്ലാം താരതമ്യം ചെയ്യുന്നു. അങ്ങനെയാണ്, കറുപ്പാണ്, വെളുപ്പാണെന്നൊക്കെ താരതമ്യം ചെയ്യുന്നു. അങ്ങനെ താരതമ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? താങ്കൾ പറയുന്നത് ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന്, പക്ഷേ ഇൻറ്റു ഡീറ്റെയിൽസ് അല്ലേ പോകുന്നത്? അത് എവിടെയാണ് അദ്ദേഹം പറയുന്നത്? ഡൈവേഴ്സിറ്റിയെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്. രൂപത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. ആ രൂപത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അതിനുശേഷം അതിന് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം പറയുന്നതിൻ്റെ പോയിന്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു രാജ്യം പലതരത്തിലുള്ള ആളുകളെ അബ്സോർബ് ചെയ്തിട്ടുള്ള രാജ്യമാണ്, പല സംസ്കാരങ്ങളെ അബ്സോർബ് ചെയ്തിട്ടുള്ള രാജ്യമാണ്, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ അബ്സോർബ് ചെയ്തിട്ടുള്ള രാജ്യമാണ്. ഇതൊക്കെ തുറന്ന് പറയുന്നുണ്ട്. ആ തുറന്ന് പറയുന്നതിന് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു സാധാരണ സെൻറ്റൻസിനെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് ഇന്നൊക്കെ നിങ്ങൾ തൊട്ടു മുമ്പേ പറഞ്ഞില്ലേ, എന്താണ് രാമജന്മഭൂമി തീരുമാനം റദ്ദാക്കും. അതൊക്കെ കഴിഞ്ഞ ദിവസം അനിൽ നമ്പ്യാർ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുന്ന ഒരു വിഷയം. ഏതോ ഒരു പ്രമോദ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ട്. കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരാളാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഏതോ ഒരാളാണ്. മാത്രമല്ല അയാൾ എല്ലായ്പ്പോഴും പറയുമ്പോൾ മുഴുവനും ഞാൻ ഒരുപാട് വർഷമായി ഞാൻ പറയട്ടെ, അയാളെ ഞാനൊരു 1, 2, 3 വർഷമായിട്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കാലങ്ങളായി കോൺഗ്രസിനോടൊപ്പം ഉള്ളതാണ് എന്ന് ആദ്യം പറയുകയും പിന്നീട് കോൺഗ്രസിനെ ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയാക്കി ചിത്രീകരിക്കുന്ന വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒരാളാണ്. വളരെ സിമ്പിളായി അത് കാലാകാലങ്ങളായി അദ്ദേഹം ചെയ്യുന്നൊരു ഏർപ്പാടാണ്. അങ്ങനത്തെ പറഞ്ഞ ഒരാൾ ANIക്ക് ഒരു ബിറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തുന്ന ഒരു സമയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിനോട് ബയാസ്ഡ് ആണത്. ഇന്നിപ്പോൾ അനിൽ നമ്പ്യാർ ഈ ഡിസ്കഷൻ എന്നെ വിളിക്കുന്നത് പോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബയാസസ്, അല്ലെങ്കിൽ ഇതിലൊരു ചർച്ചയ്ക്ക് വരേണ്ട സാധ്യതയേ ഇല്ല. ഇപ്പം ഞാൻ തന്നെ എൻ്റെ പ്രസംഗങ്ങളിൽ പറയാറുണ്ട്, ഇപ്പോൾ നമ്മളുടെ നാട്, ഇപ്പം തമിഴ്നാട്ടിൽ അമ്മാവൻ്റെ മോളെ കല്യാണം കഴിക്കും. അമ്മാവൻ്റെ മോൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ളതാണ്. അവിടെ തമിഴ്നാട്ടിൽ അമ്മാവൻ്റെ മോൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള കുട്ടി. അമ്മാവൻ്റെ മോളല്ല, അമ്മാവനെ കല്യാണം കഴിക്കും. നമ്മുടെ നാട്ടിൽ അമ്മാവൻ്റെ മോളെ പണ്ട് കല്യാണം കഴിച്ചിരുന്നു. തമിഴ്നാട്ടിൽ അമ്മാവനെ കല്യാണം കഴിക്കും. അമ്മാവൻ അവിടെ മാമ എന്ന് പറയുന്നത് നമ്മുടെ മുറച്ചെറുക്കനെ പോലുള്ള ഒരാളാണ് തമിഴ്നാട്ടിൽ. നമ്മുടെ നാട്ടിൽ അമ്മാവനെ കല്യാണം കഴിക്കുമോ? ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റി നമുക്ക് ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് പോകുമ്പോൾ ഭീകരമായിട്ട് കാണാം. അത് അദ്ദേഹം എക്സാമ്പിൾ എടുത്ത് പറഞ്ഞത് രൂപത്തിന്റെ പുറത്തായിരുന്നു. അവിടെ ഒരാളെ അദ്ദേഹം നിങ്ങൾ മനസ്സിൽ വെച്ച ഒരു ചിന്ത കൊണ്ടോ അല്ലെങ്കിൽ കറുത്തവനാണ് എന്ന് അധിക്ഷേപിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയോ നിങ്ങൾ ഈ അവസരത്തെ ഉപയോഗിക്കുക മാത്രമേ. അദ്ദേഹം വളരെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞതാണ്. ഞങ്ങളെ പോലുള്ളവർ അതിനെ
പിന്നെ അതിനെ തെറ്റിദ്ധരിച്ചതാണ് എന്ന രീതിയിലാണ് ഇന്ന് രാഷ്ട്രീയപരമായി ജയറാം രമേശ് ദുരുപയോഗം പോലും. ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ That's a താങ്കൾ fact. പാർട്ടിയുടെ വക്താവായിട്ടല്ല സംസാരിക്കുന്നത്, പക്ഷേ എങ്കിലും നിങ്ങളുടെ നേതാവ് ജയറാം രമേശ് പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന രീതിയിലാണ് താങ്കൾ സംസാരിച്ചത്.